ഹായ് ഫ്രണ്ട്സ്, മൂൺ ഗോഡസ് എല്ലാവർക്കും ഒരുവിധം ലേഡീസിനൊക്കെ അറിയുന്ന ഒരു കാര്യമല്ല മൂൺ ഗോഡസ്. അപ്പം മൂൺ ഗോഡസിൻ്റെ റിവ്യൂസ്, അതായത് നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. സമയത്ത് സാധനം കൊടുക്കില്ല, മെറ്റീരിയൽ ക്വാളിറ്റി കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ വാങ്ങിച്ചിട്ട് അവരുടെ അനുഭവം പറയുന്നത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോസ് വെച്ചിട്ട് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ പല വീഡിയോസ് ഇങ്ങനെ ഞാനങ്ങനെ പ്രതികരിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ലേഡി അവർ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സംരംഭം, ഒരു എൻ്റർപ്രണർ ആയിട്ട് വന്ന് അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ. എല്ലാത്തിനും മുന്നിലൊരു ഹാർഡ് വർക്കും കാണുമല്ലോ. നമ്മളെ എല്ലാ പ്രശ്നവും അങ്ങനെയാണല്ലോ, നമ്മളെ ബാധിക്കുന്നത് വരെ നമുക്കതൊരു പ്രശ്നമല്ല, അങ്ങനെയല്ലേ വരാം. ഞാൻ എന്തായാലും അവരുടെ ഇതൊരു ഡ്രസ്സും പ്രോഡക്റ്റും വാങ്ങിക്കാനൊട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം നമുക്കൊരിടത്ത് ഒരു ഫംഗ്ഷന് പോകണം, നമുക്ക് ആഗ്രഹിക്കും, നമ്മൾ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ആ സമയത്ത് കിട്ടിയില്ല, അത് ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതിലും വേണം നമ്മൾ കടയിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ഓൺലൈനിൽ എത്രയോ മീഡിയാസ് വേറെ ഉണ്ട്, ഡിസൈൻസ് ബൊട്ടിക്സ് വേറെ ഉണ്ട്, അങ്ങനെ വാങ്ങിച്ച് നമുക്ക് സമയത്ത് ഇട്ടുകൊണ്ട് പോകുന്നതല്ല നല്ലത്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു റിവ്യൂ ഇത്രയും ഡിലേ ആവുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ഇതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ ചേച്ചി, അതായത് എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, പുള്ളിക്കാരത്തേക്ക് ഒരു അബദ്ധം പറ്റി. കാരണം ചേച്ചി വിചാരിച്ചു മൂൺ ഗോഡസ് നന്നായി. അവരുടെ പുതിയ ആഡുകൾ അതുപോലത്തെ ആഡുകൾ, അതായത് 15 ദിവസത്തിന് ഞങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഞങ്ങൾ തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രസ്സ് വെറുതെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഓരോ പരസ്യങ്ങൾ കാണിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു പരസ്യം കണ്ടിട്ട് എൻ്റെ ചേച്ചി അവരെ വിശ്വസിച്ച് ഒരു ഡ്രസ്സ് വാങ്ങി. അപ്പം അതിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം ആദ്യമേ നമുക്ക് ആ പരസ്യം ഒന്ന് കാണാം. ഓക്കെ. ഞെട്ടിത്തിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നിങ്ങൾക്ക് റേറ്റ് ഞാൻ പറയട്ടെ, 350 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാൻ ഞെട്ടി. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി കേട്ടാൽ നിങ്ങൾ ഒന്നും കൂടെ ഞെട്ടും. അതെന്താണെന്നല്ലേ? ഇതിന്റെ ഷിപ്പിംഗ് ടൈം 5 വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിന്റെ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. ആ ഒരു ഷിപ്പിംഗ് ടൈമിൽ നമുക്ക് അയക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാശും അതുപോലെ തന്നെ ഒരു കുത്തയും കിട്ടും. എന്താ ഈ ഡീല് നല്ലതല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കളേഴ്സ് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന കളർ ഡാർക്ക് പർപ്പിൾ ആണ്. ഇത്രയും കളേഴ്സ് ഉണ്ട്. പ്രൈസ് 350 രൂപയാണ്. ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട അഡീഷണൽ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് വേണ്ടത് ഭയം. ഇതാണ് അവരുടെ പരസ്യം. ഇനി ചേച്ചിക്ക് പറയാനുള്ളത്, എടാ, ഇവരുടെ ഈ മൂൺ ഗോഡസിന്റെ കുർത്തീസേ അവർക്ക് ഓൾറെഡി ഒരു ഭയങ്കര കംപ്ലൈന്റിൽ നിൽക്കുമായിരുന്നല്ലോ. ഒരുപാട് പേര് ഫ്രോഡ് ആണെന്ന് പറഞ്ഞ് കേസൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ റീസെന്റ് അവർ ഇത്ര വർക്കിംഗ് ഡേയ്സിനുള്ളതെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ഇതിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും 5 വർക്കിംഗ് ഡേയ്സ് 17 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ കരുതി ഇവർ നന്നായി കാണും, ഇത്രയും കംപ്ലൈൻസും കാണുന്നൊക്കെ പറഞ്ഞ് വന്ന സ്ഥിതിക്ക് ഇവരിപ്പം പെട്ടെന്ന് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുമെന്ന്. അങ്ങനെ ഈ കുർത്ത 350-നായിരുന്നു. അങ്ങനെ ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തായിരുന്നു. 16-ാം തീയതി ഓർഡർ ചെയ്തതാ. അപ്പം ഇനിയിപ്പം കഴിഞ്ഞല്ലോ, 6 ദിവസമായി, കിട്ടിയിട്ടില്ല. ഞാനത് മെസ്സേജ് അയക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പം മെസ്സേജസ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നമുക്കത് മെസ്സേജ് ചെയ്യാനും പറ്റില്ല. പല വീഡിയോസിന്റെയും അടിയിൽ ഞാൻ പോയി നോക്കി, അതിലൊന്നും നമുക്ക് ഇല്ല, ലിമിറ്റഡ് മെസ്സേജസ് എന്നാണ് കാണിക്കുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആസിഫ് അലിയുടെ ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്, കട്ടോ പക്ഷേ കക്കുന്നില്ല എന്നും പറഞ്ഞ് കക്കരുത്. മനസ്സിലായോ? കക്കുന്നതിന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ പറ്റില്ലെന്ന് പറയണം. അല്ലാതെ ഞങ്ങൾ 5 ദിവസത്തേക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സും ഞങ്ങൾ തരും, നിങ്ങൾക്ക് പൈസയും തരും എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ പരസ്യം കൊടുക്കണം? മെസ്സേജ് അയച്ചു, കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കമൻറ്റ് ബോക്സിൽ ഇത് മെസ്സേജ് ഇടാൻ നോക്കിയിട്ട് കമൻറ്റ് ബോക്സ് ലിമിറ്റഡ് ആണ്, അതിലും പറ്റുന്നില്ല. കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരെ യാതൊരു രീതിയിലും കോണ്ടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ട് ഇത് പറയാനോ കഴിയുന്നില്ല. സാധനം ഒട്ട് കൈ കിട്ടിയിട്ടുമില്ല. ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെയാണ്. ഇപ്പോൾ ചേച്ചി എനിക്കിത് അയച്ചു നേടി, ഇതുപോലെ ഞാനിങ്ങനെ വാങ്ങിച്ചു, എനിക്കൊരു അബദ്ധം പറ്റി, അവരുടെ കയ്യിൽ നിന്ന് ഞാനിങ്ങനെ പരസ്യം കണ്ട് അവർ നന്നായി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ 5 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ആ ചുരിദാർ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തപ്പം വിശ്വസിച്ചു. നമ്മളങ്ങനെ ചെയ്യില്ലല്ലോ, അത്രയും അപ്പം പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത പരിപാടി. അല്ലെങ്കിൽ അവർ ഒന്നും പറയരുത്, കൊടുക്കുക. അല്ലെങ്കിൽ 30 ദിവസം ഇത്രയും നാളും 30 ദിവസം വർക്കിംഗ് ഡേയ്സിലാണ് ഞങ്ങളിത് ഡിസ്പാച്ച് ചെയ്യുന്നത് എന്നൊക്കെ പറയുമായിരുന്നു.
ഇതിപ്പോൾ 5 ദിവസത്തിനുള്ളിൽ സാധനം കൊടുത്തില്ലെങ്കിൽ ചുരിദാർ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ ഒരുമാതിരി കളിയാക്കുന്ന പരിപാടിയല്ലേ അപ്പോൾ അവർ കാണിക്കുന്നത്. മറ്റ് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസമാണല്ലോ ബിസിനസ്. ഇതിങ്ങനെ തച്ചൊടക്കുമ്പോൾ ഇത് വീണ്ടും വിശ്വസിച്ച് ഇവിടുന്ന് വാങ്ങിക്കാൻ ആളുണ്ട്. അതാണ് ഇവരിൽ നടക്കുന്ന സമയത്ത്. അതായത് എൻ്റെ 1ാമത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അതിൻ്റെ 4ാമത്തെ ബർത്ത്ഡേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഡ്രസ്സ് അയച്ചു തന്നിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്കറിയാൻ വയ്യ. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ എൻ്റെ ചേച്ചി അയച്ച് അല്ലെങ്കിൽ വാങ്ങിച്ച് പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻവോയ്സും അതേപോലെ നമ്മുടെ കമൻസ്, ആൾക്കാരൊക്കെ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻസ്, നിങ്ങൾക്ക് പുത്തരിയാണെന്ന് എനിക്കറിയാം, എന്നാലും കമൻസും ഞാൻ ഇതിൻ്റെ താഴെ വെച്ചേക്കാം. വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ കണ്ട് ഒരു തഴമ്പിച്ചിരിക്കുകയാണ്. ഈ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയുടെ മണ്ടയ്ക്കൊന്ന് ഒരു ശകലമെങ്കിലും തെറിച്ച് പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഇച്ചിരിയെങ്കിലും ഒരു ഉളുപ്പ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വസിക്കാൻ കുറേ മണ്ടന്മാർ, പറ്റിക്കാൻ ഇങ്ങനെ കുറേ പേര്.